ചാനൽ. ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊരു തുണി. ഈ തുണി ഞങ്ങളൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഇത് അമ്മയാണ് തുന്നിയത്. ഇവിടെയാണ് ഇതാണ് തുന്നി അമ്മ. ഈ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇത് എടുത്തു. ഇതെനിക്ക് നല്ല ഭംഗിയുള്ളതാണ്. അമ്മ ഇത് തയ്ച്ചു നല്ലേ നമ്മൾക്ക് അമ്പലത്തിൽ പരിപാടി പിന്നിട്ട് പോവാനുള്ളതാണ്. ഇത് അതാണ് ഞങ്ങളിത് തയ്ച്ചത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് ഒരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ ആണ്. നമ്മൾ നമസ്തയ്ക്ക് ചെറിയൊരു അവളിട്ട ഫ്രോക്ക് കണ്ടില്ലേ, ഒരു പെറ്റിക്കോട്ട് സ്റ്റൈൽ ഒരു കുഞ്ഞു ഫ്രോക്ക് ചെയ്യാണ്. ക്ലോത്ത് എടുത്തിട്ടുള്ളത് പരാഗിൽ നിന്ന് എടുത്തതാണ്. ഞാൻ ആ പരാഗിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബിറ്റിൽ നിന്ന് എടുത്തതാണ്. 391 രൂപ എന്തോ വില വരണ ഒരു പീസ് എനിക്ക് 200 രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ. 210 തുണി ടോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ലൈനിങ്ങിൻ്റെ മെറ്റീരിയലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബിറ്റിൽ നിന്ന് എടുത്തതാണ്. അതും എനിക്ക് ആ ലൈനിങ്ങിൻ്റെ തുണി ക്രേപ്പ് കിട്ടിയിട്ടുള്ളത് അത് 2 മീറ്ററോളം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് 60 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ടോട്ടൽ ആ ഫ്രോക്കിൻ്റെ കോസ്റ്റ് എനിക്ക് വന്നതെന്ന് പറയുന്നത് ഒരു 191 മെയിൻ മെറ്റീരിയലിൻ്റെ 60 രൂപ, ലൈനിങ്ങിൻ്റെ അത് 2 മീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ 191 60 കൂടിയിട്ട് എത്രയാണ് പറഞ്ഞത്? അയ്യോ, 190 200 250 251. ഓക്കെ, ഇതാണ് എൻ്റെ തെറ്റുണ്ടാവാമോ? ഇതാണ് എൻ്റെ ടോട്ടൽ എക്സ്പെൻസ് പറഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ പാറ്റേണിലേക്ക് കടന്നു കഴിഞ്ഞാൽ പാറ്റേൺ വെറും സിമ്പിളാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക്കായിട്ടുള്ള താഴെ ഇങ്ങനെ ഫ്രില്ല് വരുന്ന ഫ്രോക്ക്. അതായത് ആ മാക്സിമം തുണിയും ഇതിലേക്ക് യൂസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത് 4.5 ഇഞ്ച്, താഴത്തേക്ക് എടുത്തിട്ടുള്ളത് 4.5 ഇഞ്ച്. അതൊന്ന് ഞാൻ ഇവിടം വരെ ഈ ചെസ്റ്റ് വരെയുള്ള അളവ് ഞാൻ 6 എടുത്തിട്ടുള്ളത്. മുകൾക്ക് 6. ഇവിടെ 2 ഇഞ്ച് സീം ഇട്ടുണ്ട്. 2 ഇഞ്ച് ഇടേണ്ട ആവശ്യമില്ല, 1.5 ഇഞ്ച് ഇട്ടാലും മതി. ഈ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 10 ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് ഇവിടെ തയ്ച്ച് പോവും. 1/2 ഇഞ്ച് നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് വരും. അപ്പോൾ ഇതിൻ്റെ റെഡി ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരച്ചാൽ നമുക്ക് മനസ്സിലാവും. റെഡി ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ യോക്ക് പോർഷൻ്റെ 9 ഇഞ്ച് വരും കേട്ടോ. പിന്നെ താഴത്തേക്കുള്ള സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് പറയണത് 19 ഇഞ്ച്. 19 ഇഞ്ചിൽ ഉള്ള സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ടുണ്ട്. അതായത് അത്രയാണ് എനിക്ക് ആ തുണിയിൽ ബാക്കി കിട്ടിയത്. ബാക്കി ഉണ്ടായിരുന്ന തുണി ഞാൻ രണ്ടാക്കി മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വന്നത് 19.5 ഇഞ്ച്. ഇവിടെ ഒരു കുറച്ച് 4 ഇഞ്ച് മടക്കി തയ്ക്കാൻ പോയി, 1/2 ഇഞ്ച് മുകളിൽ ജോയിൻ ചെയ്യാൻ പോയി, ഇവിടെ ഒരു 4 ഇഞ്ച് പോയി. അപ്പോൾ അത് ബാലൻസ് ഒരു 18.25 അത്രയൊക്കെ ഈ പോർഷൻ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 27.5 അറൗണ്ട് 28 ഇഞ്ച് എന്ന് വെച്ചോളൂ. ഇത്രയാണ് അതിൻ്റെ വരുന്നത്. ഫ്രോക്കിൻ്റെ ലുക്ക് പറയുന്നത് ഇങ്ങനെ സിമ്പിൾ. ഓക്കെ, ഇങ്ങനെ വരുന്ന നമ്മളിവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഗ്യാദേഴ്സ് കൊടുക്കാം, പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒപ്പമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെന്നില്ല, ഞാൻ കുറച്ചൊന്ന് വിരിഞ്ഞ് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒപ്പമാണ് എടുത്തത് കേട്ടോ. ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഈ 19 ഇഞ്ചിൽ ആ കിട്ടിയ ലെങ്ത്ത് എത്രയാണോ ഇത്രയെന്നില്ല, അത്ര മെഷർമെൻ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ കാണിക്കാത്തത്. പിന്നെ ഇവിടെ വരച്ചപ്പോൾ ഞാൻ ആം ഹോള് കുഴിച്ച് കിട്ടിയത് കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ ഫ്രണ്ട് ആം ഹോള് മാത്രമാണ് ഇപ്പോൾ വരയ്ക്കണത്. 4.5 ഇത് 4.5 എന്ന് തന്നെ കൂട്ടണേ. 4.5 ഇത് ബാക്ക് ആം ഹോള്. അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചൊരു വര വരച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് കുഴിച്ച് കർവ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോള്, ഇത് ബാക്ക് ആം ഹോള്. ഇവിടെ 1 ഇഞ്ചോളം ഇങ്ങനെ കുഴിക്കണം, എന്നാലാണ് കുട്ടിയിടുമ്പോൾ ഈ ഒരു ഭാഗം കൊണ്ട് ചുളിവില്ലാണ്ട് ഇവിടെ എക്സ്ട്രാ തുണി വന്നാൽ അത് അഭംഗിയായിട്ടിരിക്കും കേട്ടോ. ഞാനത് എപ്പോഴും തെറ്റിക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് എന്നെ എപ്പോഴും അത് കൃഷ്ണ അത് നോക്കി ചെയ്യുമോ, ഒന്ന് നോട്ടീസ് ചെയ്യുമോ, അപ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് അധികം തന്നെ, ഇവിടെ 1/2 ഇഞ്ച് നിൽക്കുന്നതിന് പകരം 1 ഇഞ്ച് തന്നെ ഞാൻ ഉള്ളിലേക്ക് നീക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാലൻസ് കട്ട് ചെയ്യുന്നത് മൊത്തത്തിൽ ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നില്ല, എന്നാൽ ഓൾമോസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് നോക്കാം നമുക്ക്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. ലൈനിങ്ങിലാണ് ഞാൻ കട്ട് ചെയ്തത് ആദ്യം. ദെൻ മെയിൻ ക്ലോത്തിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ആദ്യം. അതിന് ശേഷം ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ സൂര്യയുടെ വീഡിയോ കണ്ടിട്ടാണ്. നല്ല വേർത്താണ്. അന്നത് കോട്ടണിലാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടിക്കണത്. ഇതിപ്പോൾ ജോർജറ്റ് ഫാബ്രിക്കാണ്. ഇത് ഒരു നിലയ്ക്ക് പിടിച്ചാലും നമുക്ക് കയ്യിൽ കിട്ടാത്തൊരു തുണിയാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നല്ല ഉപകാരമായിരുന്നു. അതായത് നമ്മൾ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ തുണി ഇങ്ങനെ പൊള്ളച്ചിരിക്കുന്ന പോലെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അടിയഴിക്കും, പിന്നെയും തുന്നും. ഇങ്ങനെ നമ്മൾ തുന്നുന്നതിന് മുന്നേ കട്ട് ചെയ്യുകയാണെങ്കിൽ അതും ചിലപ്പോൾ ഏറിയും കുറഞ്ഞൊക്കെ പോകും. കട്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത പോലെ ആവില്ല, ചിലപ്പോൾ കട്ടായിട്ട് വരിക. അങ്ങനെയൊക്കെ കുറച്ച് കയ്യിൽ നിൽക്കാത്തൊരു തുണിയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എനിക്ക് വളരെ ഹെൽപ്പായി. ഫാബ്രിക് ഗ്ലൂ വെച്ച് ജസ്റ്റ് ഒരു പേനയുടെ ഒരു വര പോലെ ഒരു ലൈൻ പോലെ അങ്ങനെ വരച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് അതങ്ങനെ ഒട്ടിക്കിട്ടു കേട്ടോ. പിന്നെ രണ്ടാമത് ആ ഒരു ഒട്ടിയത് അത് മതി. പിന്നെ അതിൻ്റെ മീതെ കൂടെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പോലും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒരു സ്റ്റിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യേണ്ട, നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ആ ഒരു ലൈൻ മെറ്റീരിയലും മെയിൻ ക്ലോത്തും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു ഹസിലാണ് ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ആയി കിട്ടുന്നത്. അങ്ങനെ ഞാനിത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ആ ഒരു ലെങ്ത്ത്, അതായത് 10 ഇഞ്ചിൽ ഒരു തുണി മെയിൻ ഫാബ്രിക്കിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അത് ഞാൻ കട്ട് ചെയ്തെടുത്തത് എനിക്കത് കൈകാര്യം ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. യൂഷ്വലി നന്നായി തയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ പറയുണ്ടാവും, നമ്മൾ ഒരു തുണിയിൽ നിന്ന് ഒരു പീസ് പോലും കട്ട് ചെയ്ത് മാറ്റരുത്. ആ ഉള്ള തുണിയിൽ നിന്ന് നമ്മളിങ്ങനെ ഒതുക്കി കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സൈഡിൽ വരുന്ന തുണികളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേസ്റ്റ് ആവില്ല, ആ രീതിയിൽ പറയും കേട്ടോ. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടിയും എളുപ്പമുണ്ട്. പ്രത്യേകിച്ച് ഇത് ഈ ജോർജറ്റിൻ്റെ തുണി ആയതുകൊണ്ട് ഈ ലെങ്ത്തിലുള്ള തുണി ഒരുമിച്ച് അങ്ങനെ ഇട്ട് കട്ട് ചെയ്യാൻ പ്രാക്ടീസ് ഉള്ളവർക്ക് സിമ്പിളായിരിക്കും. എനിക്കത്ര സിമ്പിൾ ആയിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ ആ ഒരു പോർഷൻ മാത്രം അങ്ങ് കട്ട് ചെയ്തു എടുത്തു എന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് വലിയ സൈഡിൽ നിന്നൊന്നും വേസ്റ്റേജ് വന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞി കഷ്ണം കിട്ടിയാൽ അതും പിടിച്ച് സ്ക്രഞ്ചിയോ അല്ലെങ്കിൽ ഹെയർ ബാൻഡോ ഒക്കെ ആക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കങ്ങനെ തുണി വേസ്റ്റ് ആവും എന്നുള്ളൊരു സങ്കടമില്ല. അപ്പോൾ ആരെങ്കിലും അങ്ങനെ കമൻറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനൊരു മുൻകൂർ എക്സ്പ്ലനേഷൻ തന്നതാണ് കേട്ടോ. അപ്പോൾ ആ രീതിക്ക് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഒട്ടിക്കാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ടായിട്ട് ഈ ഒട്ടിക്കുന്ന പരിപാടി ട്രൈ ചെയ്യണം. നല്ലതാണ്, നല്ല വേർത്താണ്. നമുക്ക് നല്ലൊരു റിലാക്സേഷൻ തോന്നും തയ്ക്കാനെടുക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അത് ഞാനങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്കേർട്ട് പോർഷനിലേക്ക് കട്ട് ചെയ്ത് വെച്ചത്. ഇത് ലൈനിങ്, അത് ഒട്ടിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇട്ടപ്പോൾ അത് ഒട്ടി കിട്ടി. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതായത് ഒപ്പമാണ് തുണി കട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ ഫ്രോക്ക് തുന്നി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്. കാര്യമായിട്ടുള്ള കാര്യപരിപാടികളൊന്നും തന്നെ ഇല്ല. ബാക്കിലൊരു ലൂപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ ടോട്ടൽ 4 എടുത്തത്. ലെങ്ത്ത് 4, 2.25 വിഡ്ത്ത് കൊടുത്തു. അപ്പോൾ ഒരു 4.5 ടോട്ടൽ നെക്കിൻ്റെ വിഡ്ത്ത് പറയുന്നത്. റെഡി വിഡ്ത്ത് 4.5, താഴത്തേക്ക് 3.5, ബാക്കിൽ ഒരു നീളത്തിലൊരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട് തല കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഓൾമോസ്റ്റ് 28 ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ. അത്ര ടൈറ്റായിട്ടല്ല ഞാൻ സൈഡ് അടിച്ച് കൊടുത്തിട്ടുള്ള, കുറച്ച് അവൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പോലെയാണ്. അല്ലെങ്കിൽ അവൾ ഇടാനായിട്ട് സമ്മതിക്കില്ല. ഒരു പൊടിക്ക് ലൂസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഭയങ്കര വൃത്തികേടുള്ള ലൂസില്ലേ, അതായത് ഇതുപോലെയൊക്കെ കേട്ടോ. ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഇടിപ്പിച്ച് ഒന്ന് 1-2 ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മെനക്കിടുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. ചിലപ്പോൾ നമ്മൾ പറയണ പോലെ നിന്നൊന്നും വരില്ല. നമ്മൾ എടുക്കുമ്പോൾ കാൻഡിഡായിട്ട് നമുക്ക് കിട്ടുന്ന ക്ലിപ്സേ ഉള്ളൂ കേട്ടോ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര പ്രൊഫഷണലിസം ഈ ഇതിലുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ വർക്കൊന്നും കൊടുത്തിട്ടില്ല. ഓൾറെഡി തുണിയിൽ ഒരു തിളക്കമുണ്ടല്ലോ, അപ്പോൾ പിന്നെ അഡീഷണൽ വർക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച്. Please like and subscribe. Thank you.